മലപ്പുറം താനൂരിൽ പുത്തൻതെരുവിൽ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 10,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ജീവനക്കാർ 2 ദിവസമായിട്ട് ഇതിന്റെ പിറകിൽ തന്നെ ഉണ്ട്. ഇതിന്റെ മൂവ്മെന്റുകൾ കൃത്യമായിട്ട് നോക്കി, ലൊക്കേഷനൊക്കെ എടുത്ത് കൃത്യമായിട്ട് ഇത് ഏത് റൂട്ടിലാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കിയാണ് ഈ ഒരു ക്യാച്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഗോവയിൽ നിന്നും തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഈ ലോഡിനോടൊപ്പം 2 പേരെ നമ്മൾ തൃശ്ശൂർക്കാരെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്, ഡ്രൈവറും ക്ലീനറുമായിട്ടുള്ള. താനൂർ പുത്തൻതെരുവിലാണ് ഇത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. സമീർ ബിൻകരിയും അവിടെ നിന്നും തത്സമയം ചേരുന്നു. സമീർ, വിവരങ്ങൾ. ഈ താനൂർ പുത്തൻതെരുവിലാണ് വലിയ സ്പിരിറ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത്. 10,000 ലിറ്ററോളം സ്പിരിറ്റാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. 300 കന്നാസുകളിലായി നിറച്ച രീതിയിലായിരുന്നു ഈ സ്പിരിറ്റ് ലോറിയിലൂടെ കടത്താൻ ശ്രമിച്ചത് എന്നതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഈ സ്പിരിറ്റിന് മുകളിലായി ഒരു പലക വെച്ചുകൊണ്ട് അതിന് മുകളിൽ മൈദയുടെ ചാക്ക് വെച്ച് മറച്ച രീതിയിലായിരുന്നു കടത്താൻ ശ്രമിച്ചത്. ഈ ഗോവയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റാണ് ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂർ ചാവക്കാട് വലപ്പാട് സ്വദേശികളായ സജീവ്, മനോജ് എന്നിവരെയാണ് നിലവിൽ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ എക്സൈസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് എക്സൈസിന് ഇത്തരം ഒരു സ്പിരിറ്റ് കടത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വളരെ കൃത്യമായി തന്നെ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പുത്തൻതെരുവിൽ വെച്ച് ഈ എക്സൈസ് സംഘത്തിന് ഈ വലയിൽ ഇവർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ എക്സൈസ് പ്രതികളെ കസ്റ്റഡി എടുക്കുകയും വിശദമായി പരിശോധിക്കുകയുമായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കന്നാസുകളിലായി നിറച്ചിരിക്കുന്ന ഈ സ്പിരിറ്റ് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഇവിടെ താഴെ ഇറക്കി പരിശോധന നടത്തുന്നതാണ്. വലിയ സ്പിരിറ്റ് വേട്ട തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സ്പിരിറ്റ് കടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ മാസമാണ് ഈ മലപ്പുറം ഈ കൊളപ്പുറത്ത് വെച്ച് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സമാനമായ രീതിയിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു.